പ്രിയമുള്ളവരെ, വായിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള വചനഭാഗമാണിത്. ഇതിനെ എൻ്റെ ഒരു പഠന രീതി അനുസരിച്ച് ഇതിനെ രണ്ട് ഭാഗമായിട്ട് തിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം വചനത്തിലൂടെ ഉരുവാകുന്ന നിത്യജീവൻ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം, അല്ലെങ്കിൽ ആ വിശ്വാസ ജീവിതത്തിലൂടെ ഉണ്ടാകുന്ന നിത്യജീവൻ. രണ്ട്, വിശുദ്ധ കുർബാനയിലൂടെ ഉണ്ടാകുന്ന നിത്യജീവൻ. ഈ രണ്ട് ഭാഗമായിട്ട് ഇതിനെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യ ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ഓരോ ചോദ്യങ്ങളും തർക്കങ്ങളും ഒക്കെ വരുന്നു. 42-ാമത്തെ വചനത്തില് യഹൂദര് പിറുപിറുത്തു, എന്നിട്ട് അവര് ചോദ്യം ചോദിക്കുകയാണ്, ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ? ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? ഈ ചോദ്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അടർത്തിയെടുക്കേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 34-ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം വരുമ്പോൾ അതിൽ അന്തർലീനമായ ഒരു കാര്യമുണ്ട്. യേശു പഠിപ്പിക്കുമ്പോൾ യൗസേപ്പ് പിതാവ് ജീവിച്ചിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അങ്ങനെ യൗസേപ്പ് പിതാവ് മരിച്ചിരുന്നെങ്കിൽ ഇവരുടെ ചോദ്യത്തില് അല്പം വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ആ ചോദ്യത്തിന്റെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചറിയാവുന്ന ഒരു കാര്യം, യൗസേപ്പ് പിതാവ് മരിക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ക്രെഡിബിലിറ്റി അല്ല അവർ ചോദ്യം ചെയ്യണം, മറിച്ച് ക്രിസ്തുവിന്റെ നിസ്സാരത അവനോട് ബന്ധപ്പെട്ടവരിലൂടെ അവസാനിപ്പിക്കുക. നമ്മൾ പലപ്പോഴും അത്തരത്തിലൊരു പ്രവണത നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ആരോപിക്കാറുണ്ട്. കാരണം ഒരാളെ നിന്ദിക്കാനായിട്ട് അല്ലെങ്കിൽ ഒതുക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അവന്റെ കാരണവന്മാരെ ഉൾപ്പെടെ ഉള്ളത് പറയാമെന്ന്. അതുകൊണ്ടാണല്ലോ ഭാഷാപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഒരുത്തനെ തെറി വിളിക്കുമ്പോൾ ഏറ്റവും വലിയ തെറി ഏതാന്ന് വെച്ചാൽ അവന്റെ കാരണവന്മാരെ തെറി വിളിക്കണം. അങ്ങനെയെങ്കിൽ ഒരുത്തനെ ഒതുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അവന്റെ വീട്ടുകാരെ പിടിക്കുന്നതാണ്. വീട്ടുകാരെപ്പോഴും ബലഹീനതയുള്ളവരാണ്. ഒരു മനുഷ്യന്റെ ഭാര്യയെ കുറിച്ച് അവമാനം പറഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവിനെ കുറിച്ച് അവമാനം പറഞ്ഞാൽ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ കൂടെ ആയിരിക്കുന്നവരെ പേരില് അവമതിക്കുക എന്നുള്ളത് അന്നും ഇന്നും എന്നും എക്കാലത്തുമുള്ള ഒരു കാര്യമാണ്. അപ്പൊ യേശുവിനെ പല വിധത്തില് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവന്റെ കുടുംബക്കാരുടെ പേരിലും അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബക്കാരുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വസിക്കാം, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം കുടുംബക്കാരുടെ പേരിൽ അവമതിക്കപ്പെട്ടവനാണ്. 44-ാമത്തെ വാക്യം ക്രിസ്തുവിന്റെ അതിനുള്ള കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന ഉത്തരമാണ്. എന്താണ് ഉത്തരം? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരിക. അപ്പൊ ഈ വന്നവന്മാരൊന്നും പിതാവ് ആകർഷിച്ചിട്ടല്ല വന്നതെന്നർത്ഥം. ഈ ഒരൊറ്റ വാക്യത്തില്, ഈ 44-ാമത്തെ വാക്യത്തില് നമ്മുടെ വചന വായനയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഒന്ന്, നമ്മളെ അയച്ചത് ദൈവമാണ് എന്ന ബോധ്യം. ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലേക്ക് വരാനായിട്ട്, നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് പല സാഹചര്യങ്ങൾ ഉണ്ടായി കാണും. ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇടവയിലെ വികാരിയച്ഛൻ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടായിരിക്കാം. എന്തുമായിക്കോട്ടെ, സാഹചര്യങ്ങളും അനുഭവങ്ങളും സംഭവങ്ങളും എന്തുമായിക്കോട്ടെ, നമ്മളെ
അയച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ആരാണ് അയച്ചത്? ഈ വിളിച്ചവരോ ഈ പറഞ്ഞവരോ ഈ ക്ഷണിച്ച ആൾക്കാരോ അല്ല നമ്മളെ അയക്കുന്നത്. നമ്മളെ അയക്കുന്നത് ദൈവമാണ് എന്ന ബോധ്യം വേണം. അത് ഈ കാര്യത്തിലെന്ന് മാത്രമല്ല, ഏതൊരു ദൈവീക കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു ബോധ്യം ഉണ്ടാവണം. എന്നെ അയച്ചത് ആരാ? എന്നെ അയച്ചത് ദൈവമാണ്. അയക്കപ്പെട്ടവനാണ്. അയക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ അപ്പസ്തോലനാണ്. ആരുടെ അപ്പസ്തോലനാണ്? നീ നിന്റെ കുടുംബത്തില് അപ്പസ്തോലനാണ്. ആരുടെ അപ്പസ്തോലനാണ്? ദൈവത്തിന്റെ അപ്പസ്തോലനാണ്. നീ നിന്റെ അപ്പന്റെ അപ്പസ്തോലനല്ല, നീ നിന്റെ അമ്മയുടെ അപ്പസ്തോലനല്ല, നീ നിന്റെ രാഷ്ട്രീയ നേതാവിന്റെ അപ്പസ്തോലനല്ല, മറിച്ച് അയച്ചവൻ ദൈവമാണ്. അടിസ്ഥാന അയക്കൽ അവൻ്റെതാണ് എന്നത് മറക്കാതിരിക്കും. അങ്ങനെ എന്നെ അയച്ചത് ദൈവമാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ആരുടെ മുമ്പിലാണ് നമ്മൾ കൂനണ്ടേ? ഞാൻ ഈ ഇടവയില് ബിജെ ടീച്ചർ ഇരിക്കുന്നുണ്ട്, എന്നാലും പറയാം. ഈ ഇടവയിൽ വന്നപ്പോ ഒരുത്തൻ എന്നെ വെല്ലുവിളിച്ചതാണ്. ഇവിടെ ഒരച്ഛനെ ഞാൻ രാത്രിക്ക് രാത്രി പറപ്പിച്ചതാണ്. അച്ഛനെയും പറപ്പിക്കുന്നു. സന്തോഷം. ആ അച്ഛൻ പറഞ്ഞതിനേക്കാൾ ഹൈ സ്പീഡിൽ ഞാൻ പറഞ്ഞു. ഇയാൾ ഏത് ശക്തിയിൽ പറപ്പിക്കണോ അതനുസരിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ അയച്ചത് അരമനയെന്നല്ല, പേപ്പർ അരമനയുടെയാണ്. പക്ഷെ ഞാനിവിടെ വരാൻ ദൈവനിയോഗ. ഒരു പക്ഷേ ഇയാള് എന്നെ കൊണ്ട് ഒടുങ്ങേണ്ടി വരും എന്നും പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ച അയാളുടെ ശവടക്കാന്ന്. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ പറപ്പിച്ചവനെ ഞാൻ പറപ്പിച്ചു, അതാണ് സത്യം. ഞാൻ പറപ്പിക്കല്ല, തമ്പുരാൻ വിളിച്ചുകൊണ്ടേതാണ്. വെറുതെ ഒരു തമാശക്ക് പറഞ്ഞോളൂ. അതൊരു ശാപോ അങ്ങനെയൊന്നുമല്ല, അതൊരു സാന്ദർഭികവശാലും സംഭവിച്ച കാര്യം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ദൈവമാണ് അയച്ചതെന്ന ബോധ്യമുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും നട്ടല്ലോടുകൂടി നിൽക്കാൻ പറ്റും. രണ്ടാമതായിട്ട്, നമ്മളൊക്കെ ആകർഷിക്കപ്പെട്ടവരാ. ഈ ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പില് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നത് കൂടുതൽ സ്ത്രീകളായതുകൊണ്ട് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ആകർഷണം വളരെ പ്രശ്നം, പ്രത്യേകിച്ച് സ്ത്രൈണഭാവത്തിൽ നിന്നും സ്ത്രൈണ ചിന്തയിൽ നിന്നുമുണ്ട്. ആകർഷണം എന്ന വാക്കിനെ ആഴത്തിലെടുക്കേണ്ടതുണ്ട്. ദൈവം ആകർഷിക്കുക എന്ന് വെച്ചാൽ പ്രലോഭനം കൊടുക്കുക, സമ്മർദ്ദം കൊടുക്കുക, പരസ്യം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. വചനത്തിന്റെ പൊരുളിലെ ആകർഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയാണ്. അടിവരയിട്ട് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ആകർഷണം. അപ്പോ ഞാൻ പരസ്യം കൊടുക്കുന്നു, ഒരു എന്താ പറയണേ, ഒരു ധ്യാനത്തിന്റെ പരസ്യം കൊടുക്കുന്ന ഒരു ആകർഷണമല്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ് ആകർഷണം. അത് വളരെ ആഴത്തിൽ പഠിക്കണം, ബോധ്യപ്പെടണം. ആകർഷിക്കുക എന്ന് വെച്ചാൽ പരസ്യം കൊടുക്കുക എന്നുള്ളതല്ല, വാതോരാണ്ട് പറയുക എന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായാലാണ് ഇത് സംഭവിക്കുകയുള്ളൂ. അപ്പോ ഇനി നമ്മള് വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 കാര്യങ്ങൾ ഈ വചനഭാഗത്ത് പറയുന്നു. പരിശുദ്ധാത്മാവ് വരിക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വചനമാകുക എന്നുള്ളത്. വചനമാണ് പരിശുദ്ധാത്മാവ്. വചനം മാംസമായി എന്ന് വെച്ചാല് പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു എന്നാണ് അർത്ഥം. അപ്പൊ യോഹന്നാൻ പറയുന്ന വചനത്തിന്റെ മാംസധാരണവും സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്ന പരിശുദ്ധാത്മാവും ഒന്ന് തന്നെ. അങ്ങനെയെങ്കിൽ വചനവും പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരർത്ഥത്തില്, പൂർണ്ണമായിട്ടല്ല, ഒരർത്ഥത്തിൽ. അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ പണിയാണ് ആദ്യ ഭാഗത്ത് പറയുക. 44, 45, 46, 47 വാക്യങ്ങൾ വരെ. അപ്പോ ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ, അതായത് ആകർഷിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഒന്ന്, അതായത് വചന ശുശ്രൂഷയില് അല്ലെങ്കിൽ വചനം നമ്മിൽ ഉണ്ടെങ്കിൽ, വചനം മാംസമായാല് ഈ വചന ശുശ്രൂഷകരൊക്കെ വചന മാംസം ധരിക്കേണ്ടവരാണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന്, അവനെ ഞാൻ ഉയർപ്പിക്കും. 45-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്.
അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കും. വചനം മാംസം ധരിച്ചാല്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാല്, വചന ശുശ്രൂഷയിലായാല് ഒക്കെ ഉള്ള കാര്യമാണ് അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഇത് ഒരു പ്രവചനവും വാഗ്ദാനവും വരാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പ്രവചനമാണ്. ഉയർപ്പിക്കും എന്ന് പറയുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്, അതുകൊണ്ട് ഒരു വാഗ്ദാനം. അപ്പൊ സംഭവിക്കാൻ പോകുന്നതാണ്, അതുകൊണ്ട് പ്രവചനമാണ്. ഒപ്പം തന്നെ അത് നമുക്കൊരു റിവാർഡാണ്, അതുകൊണ്ട് അത് വാഗ്ദാനമാണ്. അപ്പൊ ഒന്നാമത്തെ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഉയർപ്പിക്കുമെന്നുള്ളത്. രണ്ടാമത്തെ, ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. വചനം വ്യാഖ്യാനിച്ച് കേട്ടിട്ട്, വചനം വായിച്ചിട്ട് ഒന്നുമല്ല നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ദൈവത്താൽ. ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയുടെ, ദൈവത്തിന്റെ സംവിധാനത്തിന്റെ കാര്യങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ഇപ്പൊ ഞാനൊരു വചനം പ്രഘോഷിച്ചിട്ട് 1 മണിക്കൂറോ അരമണിക്കൂറോ 15 മിനിറ്റോ വചനം പ്രഘോഷിച്ചിട്ട് അതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ അതെന്റെ ക്രെഡിബിലിറ്റി അല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ക്രെഡിബിലിറ്റിയാണ്. ദൈവമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരാണ്. അപ്പൊ ദൈവത്താൽ പഠിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ ദൈവം നേരിട്ട് വന്ന് പഠിപ്പിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇരുന്ന് മനനം ചെയ്യുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ, വചനം വായിച്ചിരുന്ന് ധ്യാനിക്കുന്നതിലൂടെ ദൈവം പഠിപ്പിക്കും. ചില ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം പഠിക്കും. ചില മനുഷ്യരിലൂടെ ദൈവം പഠിപ്പിക്കും. അപ്പൊ ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. മൂന്നാമത്തെ കാര്യം പറയുന്നത്, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. എന്താണ് അതിന്റെ അർത്ഥം? പിതാവിൽ നിന്ന് വെളിപാട് കിട്ടുമെന്നാണോ? അല്ല. കേൾക്കുന്നതൊക്കെ പിതാവിൽ നിന്നാണെന്ന് ഉള്ള ബോധ്യം ഉണ്ടാവും. കേൾക്കുന്നതെല്ലാം എന്നല്ല, കേൾക്കുന്നതിൽ ഏതാണ് പിതാവിൽ നിന്നുള്ളത്, ഏതാണ് പിശാചിൽ നിന്നുള്ളത്. അപ്പോ പിതാവിൽ നിന്ന് ശ്രവിക്കുക. ഞാൻ ഈ പീഡാസഹനത്തെ കുറിച്ച് ദുഃഖവെള്ളിയാഴ്ച പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ എൻ്റെ ഇടവേലുള്ള 1-2 പേരുള്ളത് കേട്ടിട്ടുണ്ടാവും. ഈശോ കുരിശ് ഏറ്റെടുത്തത് പടയാളികളിൽ നിന്ന്, പക്ഷെ കുരിശ് വെച്ചു കൊടുത്തത്, ഈശോയുടെ തോളത്ത് കുരിശ് വെച്ചു കൊടുത്തത് പടയാളികളാ, പക്ഷെ ഈശോ സ്വീകരിച്ചത് ദൈവത്തിൽ നിന്നാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോ ആരോടാ പ്രാർത്ഥിച്ച ഈ കുരിശ് മാറണമെന്ന്? അത് ദൈവത്തോടാ. അപ്പൊ പഠിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നവർ, അധ്യാപകരുണ്ട് ഈ കൂട്ടത്തില്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്: ഏത് വിഷയമായിക്കോട്ടെ, പഠിക്കുന്നത് എവിടെ നിന്നാണ്? പഠിപ്പിക്കുന്നത് പലരും ആയിരിക്കാം. നിങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന് പഠിക്കണം. അപ്പോ വചനം പഠിക്കുന്നത്, പറയുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ പല മനുഷ്യരാ. പക്ഷെ നമ്മള് പഠിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. നാലാമതായിട്ട് പറയുന്ന ഒരു കാര്യം, യേശുവിന്റെ അടുക്കൽ വരും. വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവൻ, വചനമുള്ളവൻ യേശുവിന്റെ അടുത്ത് വരും. അഞ്ചാമതായിട്ട് പറയുന്നു, കാണാൻ പറ്റില്ല, അതുകൊണ്ട് വിശ്വാസം ഉണ്ടാവും. കാണാൻ പറ്റുക എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളതല്ല ബൈബിളിന്റെ ഭാഷ. അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക്, അടിസ്ഥാന വാക്ക് ഇത് ഫറാവോ എന്നുള്ള വാക്കാണ്. ഫറാവോ എന്ന വാക്ക് കണ്ണുകൊണ്ട് കാണുക എന്നുള്ള അർത്ഥത്തിലല്ല, പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കണ്ടവൻ ഒരുത്തനേ ഉള്ളൂ, അത് അയച്ചവനാണ്, ക്രിസ്തുവാണ്. അപ്പോ പൂർണ്ണമായി നമുക്ക് ദൈവത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. ആ ഗ്രഹിക്കാൻ പറ്റായ്മയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാവുന്നത്. വൈദിക പരിശീലനത്തിന്റെ ഒരു ശൈലി ഇതാണ്. പ്രിലിമിനറി കാര്യങ്ങളൊക്കെ കുറച്ച് പഠിപ്പിച്ച്, കുറച്ച് മൈനർ സെമിനാരി
പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ചോദ്യം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഫിലോസഫിയെ, തത്വചിന്തകളാണ് പഠിപ്പിക്കുന്നത്. ഈ തത്വചിന്തകളിലൂടെ ധ്യാനിച്ച് വായിച്ച് പഠിച്ച് ചോദ്യം ചെയ്ത് വിമർശിച്ച് വരുമ്പോ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഇതിനൊക്കെ ഒരു ശൂന്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് ദൈവശാസ്ത്രം ആരംഭിക്കുന്നത്. ആ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ പലരും പിരിഞ്ഞു പോരുന്നതുകൊണ്ടാണ് സെമിനാരിയിൽ നിന്ന് പോകുന്നതൊക്കെ തലതിരിഞ്ഞു പോകണം. ഈ ചോദ്യം ചെയ്യുന്ന തുടക്കത്തിൽ വിചാരിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും. അപ്പൊ അവിടെയാണ് വിശ്വാസം ഉണ്ടാവുന്നത്. ആ വിശ്വസിച്ചാല് അപ്പൊ വചന വായന അല്ലെങ്കിൽ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് കിട്ടുന്ന ആറാമത്തെ കാര്യം നിത്യജീവനാണ്. വിശ്വാസം ഉണ്ടാകും, വിശ്വാസത്തിലൂടെ നിത്യജീവൻ ഉണ്ടാകും. അപ്പോ പറഞ്ഞ കാര്യങ്ങള് വചന ശുശ്രൂഷയില് അല്ലെങ്കിൽ വചനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതിലൂടെ നമുക്ക് കിട്ടുക, അത് നമ്മൾ ഉയർപ്പിക്കപ്പെടും, ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരാകും, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പിതാവിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, യേശുവിന്റെ അടുക്കിലേക്ക് വരും. പൂർണ്ണമായ അറിവുണ്ടാകില്ല, അതുകൊണ്ട് വിശ്വാസം ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് മഹത്വം ഉണ്ടാകും. 6 കാര്യങ്ങൾ. ഇനി അപ്പവുമായിട്ട് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് യോഹന്നാൻ സുവിശേഷകൻ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 52-ാമത്തെ വാക്യം ഒന്ന് നോക്കിയത്, ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യമാണ്. കുർബാനയെ പറ്റി തർക്കം ഉണ്ടായി. ഇന്നും അത് മാറിയിട്ടില്ല. ഏറ്റവും തർക്കം നമ്മൾ ശ്രദ്ധാപൂർവം വചനം വായിച്ചാല് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറഞ്ഞപ്പോഴാണ് ഈ തർക്കം പ്രശ്നമായിട്ടുള്ളത്. എപ്പോഴൊക്കെ ക്രിസ്തു ഈ കുർബാനയെ കുറിച്ച്, ജീവന്റെ അപ്പത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ തർക്കം ഉണ്ടാകണം. ഈവൻ ഈശോയുടെ ഉയർപ്പിന് ശേഷം അത് തുടർന്ന് നമ്മൾ ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരിൽ കാണും. അപ്പൊ ഈ തർക്കം അന്നും ഇന്നും എന്നും ഉണ്ടാകും. അതിൻ്റെ അകത്ത് അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഒരസ്വസ്ഥയും വേണ്ട. തർക്കം ഉണ്ടാവും, കാരണം കുർബാനയാണ്. ആർക്കും ഒന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്ന്. ഈ പറയുന്ന കൽപ്പനകൾ ഇറക്കുന്നവർക്കോ, ഈ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുന്നവർക്കോ, ഈ പറയുന്ന കൽപ്പനകൾ ധിക്കരിക്കുന്നവർക്കോ ആർക്കും ഒന്നും പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ തർക്കം നിലനിന്നേ പറ്റൂ. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളു തുറന്നു പറയും, വിശുദ്ധ കുർബാനയെ കുറിച്ച് തർക്കമില്ലാണ്ടായാൽ അന്ന് കുർബാനയല്ലുണ്ടാവും. എന്റെ ചിന്ത നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കണ്ടോന്ന് എനിക്കറിയില്ല. വിശുദ്ധ കുർബാനയെ കുറിച്ച് തർക്കമില്ലാണ്ടാവണമെങ്കിൽ വിശുദ്ധ കുർബാനയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അത് നമ്മളെ കൊണ്ടാവില്ല. ഈ ലോകത്തിലെ ഒരു മെത്രാനെ കൊണ്ട് അത് പറ്റില്ല. ഈ ലോകത്തിലെ ഒരു കത്തനാരന്മാരെ കൊണ്ടും പറ്റില്ല. ഈ ലോകത്തെ ഒരു വിശ്വാസിനെ കൊണ്ടും പറ്റില്ല. അപ്പോ അങ്ങനെയെങ്കിൽ തർക്കം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയതല്ല നീ മനസ്സിലാക്കിയതല്ല അപ്പുറത്തുള്ളവൻ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയെങ്കിൽ തർക്കം ഉണ്ടാവും. സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോകാം. ഒരു 12 കാര്യങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ വചനഭാഗത്ത് പറയുന്നു. 12 കാര്യങ്ങൾ ഓടിച്ചു പോകാൻ നോട്ട് എടുക്കേണ്ടവര് പെട്ടെന്ന് എഴുതിയിരുന്നു. ഈ തർക്കം 52-ാമത്തെ വാക്യത്തിലാണ് കാണുന്നതെങ്കിലും ജീവന്റെ അപ്പത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന 48-ാമത്തെ വാക്യത്തിലാണ്. ഒന്ന് ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പമാണ് എന്നുള്ളതാണ് അടിസ്ഥാന തത്വം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ്. 50-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുക. 48-ാമത്തെ വാക്യത്തിലാണ് ജീവന്റെ അപ്പം പറയുക. ജീവന്റെ അപ്പം എന്ന് പറയുന്ന വാക്കിനെ ഒരു പോയിന്റ് ആയിട്ട് എടുക്കണ്ട, അത് മൊത്തത്തിലുള്ള ഒരു ഹെഡിങ് ആയിട്ട് എടുത്താൽ മതി. 50-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്, സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ്. ഇത് മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി,
മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ്. ആ വാക്യത്തിൽ തന്നെ 50-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. അപ്പോ വിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ്. 2, ഇത് കഴിക്കുന്നവർ മരിക്കുകയില്ല. ഇതൊക്കെ പറയുന്നത് ശാരീരികമായ സാഹചര്യങ്ങളിലൂടെ അല്ല നമ്മൾ വായിക്കേണ്ടത്. അപ്പൊ വിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ്. 2, അത് കഴിക്കുന്നവർ മരിക്കുകയില്ല. 3, ഇത് ജീവനുള്ള അപ്പമാണ്. 51-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ആ അപ്പത്തിന് ജീവനുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് ജീവനുണ്ട്. അത് നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന സാത്താൻ സേവക്കാർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കുദാശ ചെയ്ത ഓസ്തിയും ഒരു കുദാശ ചെയ്യാത്ത ഓസ്തിയും ഒരു സാത്താൻ സേവക്കാരന്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ അവർ കൃത്യമായിട്ട് പറയും, ഇത് ജീവനുള്ള അപ്പവും ഇത് ജീവനില്ലാത്ത അപ്പവും. നമ്മളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പിശാചിനറിയാം, ദൈവത്തിനറിയാം, പക്ഷേ മനുഷ്യർക്കറിയില്ല. അപ്പൊ ജീവനുള്ള അപ്പമാണ്, അപ്പത്തിന് ജീവനുണ്ട്. 4, ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കുമെന്നവർ. ഈ വചനം മുഴുവൻ വായിച്ചു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നേക്കും ജീവിക്കും, ഉയർപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗീയ സമ്മാനത്തെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ സ്വർഗീയ സമ്മാനം ലഭിക്കും, സ്വർഗപ്രാപ്തി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സുഹൃത്തുക്കൾ ചെയ്യണം, നന്മ ചെയ്യണം. മനസ്സിലാവുണ്ടാവോ? നിത്യജീവനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അപ്പം ഇവിടെ പറയുന്ന കാര്യം, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ എന്നേക്കും ജീവിക്കും എന്നുള്ളത് 4-ാമത്തെ കാര്യം. അപ്പൊ ഈ അപ്പത്തിന് ജീവനുണ്ട്. 4, ഇത് ഭക്ഷിക്കുന്നവരെ എന്നേക്കും ജീവിക്കും. 5, ലോകത്തിന്റെ ജീവന് വേണ്ടി നൽകുന്നു. ആത്മീയരുടെ മാത്രമല്ല, ലോകത്തിന്റെ ജീവന് വേണ്ടി തന്നെ. അത് മനസ്സിലാക്കണമെങ്കിൽ യൂദാസിന് ഈശോ എന്തുകൊണ്ട് വിശുദ്ധ കുർബാന കൊടുത്തു എന്നുള്ള പഠിക്കണം. എന്തുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് വിശുദ്ധ കുർബാന കൊടുത്തു? അവരൊക്കെ കർത്താവിനെ ഉപേക്ഷിച്ചു പോയവരാ. അപ്പൊ ലോകത്തിന്റെ ജീവന് വേണ്ടിയിട്ടാ. അപ്പൊ ഇത് സ്വീകരിച്ച എല്ലാവരും ജീവൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നശിപ്പിക്കാടക്കി ജീവന് വേണ്ടിയിട്ട് തന്നെ. അപ്പൊ ലോകത്തിന്റെ ജീവന് വേണ്ടിയിട്ട്, ലോകത്തിലായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവന് വേണ്ടിയിട്ടാണ് തരുന്നത്. 6, ഈ അപ്പം യേശുവിന്റെ ശരീരമാണ്. അത് പറയാൻ അവനെ അവകാശമുള്ളൂ, നമുക്ക് അവകാശമില്ല. അവൻ പറഞ്ഞത് കൊണ്ടാണ് അത് വിഗ്രഹമല്ല. ഞാൻ ഇതിക്ക് മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ച. 7, ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല. മലയാള ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ജീവിച്ചിരിക്കലും ചത്തതിനൊപ്പം. ജീവൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നന്മ ഉണ്ടാകുന്നില്ല. ബൈബിളിന്റെ ഭാഷയിൽ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള ഒറ്റ മാർഗമുള്ളൂ, നന്മയുണ്ടോ ഇല്ല എന്നുള്ളത്. ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ജീവനുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കണമെങ്കിൽ പൾസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഹൃദയടിപ്പ്, അല്ലെങ്കിൽ ബ്രെയിൻ, അവരെ അവസാന ടെസ്റ്റ് അതാണ്, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ തീർന്നു. ഹാർട്ട് നിന്നാലും ഒരുപക്ഷെ ആള് ജീവിച്ചു വരാം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്നേക്കും ജീവിക്കുന്നതാണ്. യേശുവിന്റെ ശരീരമാണെന്നുള്ളത്. യേശു നൽകുന്ന അപ്പം യേശുവിന്റെ ശരീരമാണ്. 7, സ്വീകരിച്ചില്ലെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കില്ല. 8, സ്വീകരിക്കുന്നവന് നിത്യജീവനുണ്ട്. അവന്റെ ജീവിതം, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ക്രെഡിറ്റ് ആയിട്ട് ആരും കണ്ടേക്കരുത് കേട്ടോ. ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെടാനാവാം. മനസ്സിലാവുണ്ടാവും? നിത്യജീവൻ ശിക്ഷിക്കപ്പെടാനോ ആവാം. നിത്യജീവൻ
സമ്മാനത്തിനാവും. അതുകൊണ്ടാണ് രണ്ടു തരത്തിലുള്ള ഉയർപ്പിനെ കുറിച്ച് പറയാം. അപ്പൊ നിത്യജീവൻ ഉണ്ടെന്നുള്ളത്. 9ാമത്തെ കാര്യം അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്നും. ഉയർപ്പിനെ കുറിച്ച് ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നു. മരിച്ചവർക്ക് ഉയർപ്പുണ്ടാവുള്ളൂ, ചത്തവർക്ക് ഉയർപ്പുണ്ടാവില്ല. നമ്മളൊക്കെ മരിക്കുന്നവരാണോ ചാകുന്നവരാണോ? അത് വലിയ ചോദ്യമാണ്. അതൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. 56ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വീകരിക്കുന്നവൻ യേശുവിലും യേശു അവനിലും വസിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവനില് യേശു അവനിൽ വസിക്കും, അവൻ യേശുവിൽ വസിക്കും. 11 വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ അവൻ മൂലം ജീവിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് യേശു മൂലമാണോ ജീവിക്കണത്, കാശ് മൂലമാണോ ജീവിക്കുന്നത്? യേശു മൂലമാണോ അതോ അവനവന്റെ കഴിവ് മൂലമാണോ ജീവിക്കണേ? യേശു മൂലമാണോ അതോ പരമ്പരാഗത സ്വത്ത് മൂലമാണോ ജീവിക്കണേ? ഞാൻ ജീവിക്കുന്നത്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ ജീവിക്കേണ്ടത് യേശു മൂലമായിരിക്കണം എന്നുള്ളത്. 12ാമതായിട്ട് എന്നേക്കും ജീവിക്കുന്നുള്ളത്. ആ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാനൊരു ഇത് വന്നുകൊണ്ട് ഞാൻ എഴുതി എടുക്കുന്നവരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറയാം. 1, സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാണ് വിശുദ്ധ കുർബാന. 2, വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. 3, വിശുദ്ധ കുർബാന ജീവനുള്ള അപ്പമാണ്. 4, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. 5, ലോകത്തിന്റെ ജീവന് വേണ്ടി നൽകുന്നതാണ്. 6, ഈ യേശു നൽകുന്ന അപ്പം യേശുവിന്റെ ശരീരമാണ്. 7, സ്വീകരിച്ചില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല. 8, സ്വീകരിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകും. 9, അന്ത്യദിനത്തില് ഉയർപ്പുണ്ടാകും. 10, സ്വീകരിക്കുന്നവൻ യേശുവിലും യേശു സ്വീകരിക്കുന്നവനിലും വസിക്കും. 11, അവൻ മൂലം ജീവിക്കും. 12 എന്നേക്കും ജീവിക്കും. അത് നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇങ്ങനെ 12 അല്ലെങ്കിൽ 11 പോയിന്റാണ് വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം മനസ്സിലായി കാണില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദൈവം പഠിപ്പിക്കട്ടെ. ദൈവം പഠിപ്പിക്കുമ്പോൾ പഠിക്കപ്പെടും. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം 23 കാര്യങ്ങൾ ബൈബിളില് നിത്യജീവൻ സ്വന്തമാക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങൾ ആണ് ഇന്നത്തെ വചനത്തിൽ വ്യാഖ്യാനിച്ച. 1 വചനം, 2 വിശുദ്ധ കുർബാന. നിത്യജീവൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് ഉണ്ട്, ആ നിത്യജീവനെ പ്രോജ്വലിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ ശരിയായിരിക്കും. നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിത്യജീവൻ അങ്ങ് പ്രദാനം ചെയ്തിട്ടുള്ളതിന്റെ വഴികളെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. നിന്റെ പരിശുദ്ധാത്മാവാകുന്ന വചനത്തിലൂടെ, നീ തന്നെയായ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ നിത്യജീവൻ അവകാശമാക്കാൻ നീ വഴിയൊരുക്കിയതിനെ ഞങ്ങൾ തിരിച്ചറിയും. നല്ല ദൈവമേ, ആ നിത്യജീവൻ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തില് ആ നിത്യജീവൻ ഞങ്ങൾ ഓരോരുത്തരും സ്വന്തമാക്കാനും അതുവഴി നിന്റെ ചൈതന്യത്തിലേക്ക് ലയിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരുത്തുന്നതാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂർ ഈ ശുശ്രൂഷയിലായിരുന്ന, ശുശ്രൂഷയിൽ സഹകരിച്ച, ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത 24 മണിക്കൂർ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന എല്ലാവരെയും, ആ ശുശ്രൂഷയിൽ ശ്രവിക്കാൻ പോകുന്നവരും പങ്കെടുക്കാൻ പോകുന്നവരുമായ എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.